നമ്മുടെ നാട്ടിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള വയസ്സക്കാക്കാണ്. അതൊക്കെ ആളുകൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ഇതിൽ. ഇതൊക്കെ പല നാട്ടുകാരുണ്ട്. സുഖല്ലേ ചോക്കി? അയ്യോ, ഈ ഒരു ആസന നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ടാവില്ല മക്കളെ. യൂറിക് ആസിഡ് നിത്യേന നിങ്ങൾ ഈ പാം ട്രീ പോസ് അഥവാ താടാസന നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യൂറിക് ആസിഡ് നിങ്ങൾക്ക് വരൂല. ഹലോ മുത്തുമണിയാളെ, എന്തൊക്കെയാണ് വർത്താനൊക്കെ? റാത്തല്ലേ, സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നും ഇറങ്ങി ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. അങ്ങാടിക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ നാട്ടുകാരിയായിട്ടുള്ള ഒരു മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നൊരു പോലീസുകാരുണ്ട്. നമ്മളെ വിളിച്ചു. ഫസ്റ്റ് ട്രിപ്പ് എന്ന് വലുതാണ്. ഓല പെരൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഓല ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞോല് വന്നിട്ട് ഇവിടുന്ന് ചാട്ടാക്കും. അങ്ങനെ തുടങ്ങുക നമ്മൾ ഇന്നത്തെ ജേണി കേട്ടോ. അപ്പോൾ ഒപ്പണ് പോരി. മോനെ സ്കൂളിൽ ഇറക്കാൻ വന്നത് ഇതാ അവസ്ഥ കണ്ടില്ലേ? എല്ലാവരും പേര് പറഞ്ഞു. പേര് ആ എല്ലാവരും പല്ല് പോയിക്കണം. പല്ല് പോയാൽ മാത്രമേ നിൽക്കുള്ളൂ. ആ ഓക്കെ, ഞാൻ പോയിക്കോ കേട്ടോ. പോയിക്കോ, ക്ലാസ് കയറിക്കോ. ആ ആയിക്കോട്ടെ. അങ്ങനെ നമ്മളെ സനുട്ടനെ സ്കൂളിലൊക്കെ ആക്കി കാണാൻ അങ്ങാടി വന്നിട്ട് ആ ഇരുത്തം തന്നെ മക്കളെ അവസാനം കാക്കി കുപ്പായൊക്കെ ഊരിട്ടു എല്ലാവരും. ഇതൊക്കെ ഡ്രൈവർമാരാട്ടോ. 5 റുപ്യേൻ്റെ അവരെ കുൽഫ ചെയ്യുമ്പി കുത്തിർന്നു ഞങ്ങൾ. മക്കളെ ഫുൾ ഐസ് നിന്നാൻ അയച്ചില്ല. അപ്പോൾ ഇതിന് നമ്മൾ അംസാക്ക ട്രിപ്പ് വിളിച്ചു. കുറേ നേരം ആവിട്ടുന്നപ്പോഴാണ് ഒരു കുൽഫി എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ അംസാക്ക അത് പിന്നാക്കിയുണ്ട്. ഐസാണോ? ആ നമ്മൾ സുൽത്താൻ പാലസ് പോയി. ഞാൻ മൂപ്പർക്ക് നാസ്ത കഴിക്കാണ്ട്. ഇപ്പം സുൽത്താൻ പാലസിന് നല്ല ഫുഡൊന്നും ഉണ്ടാവില്ല, കഞ്ഞിയൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഞാൻ പെണ്ണിട്ട് ചിലവ് കൊടുക്കാണ്ട് മൂപ്പർക്ക്, അതാ ചോദിച്ചതേ. ഇവിടെ പല കഥയും പൊട്ടും. ഞാൻ ഓഫൊക്കെ കേട്ടോ. മക്കളെ ഇതാണ് അംസാക്ക. അൽബിഞ്ഞാക്ക അപ്പുറത്ത് ഇറങ്ങിട്ടോ. നമ്മുടെ നാട്ടിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള വയസ്സക്കാക്കാണ്. അതൊക്കെ ആളുകൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ഇതിൽ. ഇതൊക്കെ പല നാട്ടുകാരുണ്ട്. സുഖല്ലേ ചോക്കി? അയ്യോ കണ്ടോ, ഇതാണ് മൂപ്പര് ഒരു എന്താ അറിയോ, എല്ലാരോടും ഒരേമാതിരി കമ്പനി. നമ്മളൊക്കെ പ്രേമിച്ചുള്ള കാലത്ത് നമ്മളെ ഡോക്ടർ ലവ്വാ. ആ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോ മക്കളെ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ടേ ഓട്ടം വളരെ കുറവാണ്. ചൊവ്വാഴ്ചത്തെ അവസ്ഥ എങ്ങനെയെന്ന് അറിയോ? ചൊവ്വാഴ്ച ഓട്ടം ഇല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. കട്ടക്കാലത്തിന് എന്തെങ്കിലും ഓട്ടം ഉണ്ടായി കഴിഞ്ഞാലും സുബ്ഹാനല്ലാ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. അമ്മറിയ പൊതുവേ ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഓട്ടം തീരെ ഇല്ല പറഞ്ഞാൽ വളരെ കുറവാണ്. ഇടയ്ക്കും തലക്കും എപ്പോഴും 30-40 വന്നതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ കുറേ നേരം അങ്ങാടിയിൽ ഇരുന്നിട്ട് ഉണങ്ങിപ്പോയി മനസ്സാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പെരേക്ക് പോവുകയാണ്. ഇനി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കാണാം. മക്കളെ, നമ്മൾ കുളി തന്നെ എല്ലാം കഴിഞ്ഞ് മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വീണ്ടും അങ്ങാടിക്ക് ഇറങ്ങി. ഇന്ന് ആകെ പണ്ടാരോ പറഞ്ഞ മാതിരി പുകട്ടൂടി കാണേണ്ടൊരു കഥയാണ്. കുറേ വെയിലത്തിരിക്കാനല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. കുറേ നേരം ഇരുന്നൊരു മഞ്ചേരി ട്രിപ്പ് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞാൽ നേരെ വണ്ടി റോട്ടിലിർത്തിയാണ് ഇതാ നമ്മൾ യോഗ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോന്നു. എന്തിനെന്നറിയോ? എന്തായാലും ഒരുപാട് യാത്രാവിശേഷങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളെ കാണിക്കാറില്ലല്ലോ. ഇന്ന് നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ എന്തുതന്നെയാണെങ്കിലും നമ്മളെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ കൂല. കാരണം ഒന്നുകിൽ നമ്മളെ നാട്ടിലെ ഓട്ടം, വണ്ടിൻ്റെ ഓട്ടം, കാര്യങ്ങളോ കയറുന്ന ആൾക്കാരായിട്ടുള്ള തമാശകളൊക്കെ കിട്ടും. അതല്ലാണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാര്യമായിട്ട് അങ്ങനത്തെ തമാശകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലാണ്ടെങ്കിൽ വീഡിയോൻ്റെ അവസാനം എന്തായാലും എന്തെങ്കിലും ഒരു ടിപ്സ്, ഹെൽത്ത് ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അതിൽ യാതൊരു സംശയം കരുതണ്ട. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണതേ എന്താ പറയുക, നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 40-45 വയസ്സാകുമ്പോൾ തന്നെ ശരീരവേദന, ബോഡി പെയിൻ അല്ലേ തുടങ്ങുകയാണ്. നമ്മളെ ജോയിൻറ്റ് പെയിനൊക്കെ, നമ്മളെല്ലാ കെണിപ്പുകളിലും വേദന, ഒന്നും പനിച്ച് കഴിഞ്ഞാൽ ആകെ വേദന, മസിൽസ് വേദന, 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വേദനകൾ തുടങ്ങുകയാണ്. മുമ്പൊക്കെ എന്ന് പറയുന്നത് 10-65 വയസ്സായി കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ തുടക്കം ഉണ്ടാകുള്ളൂ. ഇനി എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഒന്നാമത് പറഞ്ഞാൽ ബോഡി ഇളകാത്ത പ്രശ്നം, 2 പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ ഓരോ ഭക്ഷണ രീതി വളരെ മോശമാണ്. അതുകൊണ്ടൊക്കെ അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഇലക്കറിയും പച്ചക്കറിയും കഴിക്കുക, അതേപോലെ തന്നെ കാര്യമായിട്ട് ഉറങ്ങുക എന്നൊക്കെ ഉള്ളതിനാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് അധികം എക്സസൈസും ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ട്രെച്ചിങ് എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. അത് നിങ്ങൾ നിത്യേന ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോഡി പെയിന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ.
ഒരു എക്സസൈസും എന്നാൽ അതിൻ്റെ തന്നെ സെയിം അതിൻ്റെ ഒപ്പം തന്നെ അതേപോലുള്ളൊരു യോഗാസനം കാണിച്ചു തരാം കേട്ടോ. രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക, പിന്നെ അതിൻ്റെ തന്നെ യോഗ വേർഷൻ ഉണ്ട്, അത് ചെയ്യുക കേട്ടോ. അത് രണ്ടും കാണിച്ചു തരാം. ശരിക്കും കണ്ടോ കേട്ടോ. നമ്മളെ കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ബ്ലഡ് വെക്കുക, എന്നിട്ട് ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് കാലിൻ്റെ ബട്ടക്സ്, അതായത് കാലിൻ്റെ ഹീൽസ് പൊക്കുക, മടമ്പേ അങ്ങനെ പൊക്കിയിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കലും മടമ്പ് പൊക്കലും, കൈ പൊക്കി കൈ ചെവിയോട് ചേർക്കണം. അത് ഒപ്പായിരിക്കണം കേട്ടോ. ഒന്നും കൂടെ കണ്ടോളി, ഇതാ ഒന്ന് കണ്ടോളി. ഇപ്പം ഞാൻ ശരി ചെയ്ത് കാണിച്ചില്ല, ഞാൻ കാണിക്കാൻ പോണേ. കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൂടെ ഇങ്ങനെ വെക്കുക, ശ്വാസം അകത്തേക്ക് എടുത്ത് ഹീൽസ് പൊക്കി നല്ലോണം വലിയ, പിന്നെ ശ്വാസം പൊട്ടിക്കാണ്ട് കാലിൻ്റെ ഹീൽസ് അഥവാ മടമ്പ് താഴ്ത്തി വെച്ചു, ശ്വാസം പൊട്ടും ചെയ്തു. ഒന്ന് ചെയ്ത് കാണിക്കുക ഒന്നുകൂടെ. മേലക്ക് ശ്വാസം എടുത്ത് പോകുമ്പോൾ നല്ലോണം വലിച്ചെടുക്കുക, താഴേക്ക് വരുമ്പോൾ ശ്വാസം പൊട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ നിങ്ങൾ 10-20 വട്ടം ചെയ്യുക. അങ്ങനെ ഇങ്ങനെ ബോഡി പെയിനും ജോയിൻറ്റ് പെയിനും ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അത് 20 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ആസന, യോഗാസന, അതിൻ്റെ പേരാണ് താടാസന. താടാസന എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയാം പാം ട്രീ പോസ് എന്നാട്ടോ. ഈ ഒരു ആസന നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ടാവില്ല മക്കളെ. യൂറിക് ആസിഡ് നിത്യേന നിങ്ങൾ ഈ പാം ട്രീ പോസ് അഥവാ താടാസന നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യൂറിക് ആസിഡ് നിങ്ങൾക്ക് വരൂല, ഞാൻ ഗ്യാരണ്ടി. കണ്ടോളി. താടാസന നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെ അറിയാം? ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കാലിൻ്റെ മടമ്പടി പൊക്കുക, ആദ്യം അത് ചെയ്യേണ്ടി. പിന്നെ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് കൈ മേലക്ക്, കൈ ഇങ്ങനെ നിൽക്കേണ്ടി കേട്ടോ, മേലക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്നിട്ട് പറയണേ ഹീൽസ് അങ്ങോട്ട് പൊക്കുക, എന്നിട്ട് കജ്ജ് ചെവിനോട്, നമ്മൾ കൈ ചെവിനോട് ചേർത്തിട്ട് വടിഞ്ഞങ്ങോട്ട് നിൽക്കുക, നേരെ നോട്ടം. 10 വട്ടം ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടുക, ഡീപ്പ് ബ്രീത്തിങ്. ഓക്കെ, അതിൻ്റെ ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈ താത്തുക. അതിൻ്റെ ശേഷം നമ്മൾ കാല് നിലത്ത് വെക്കാൻ പാടില്ല, നമ്മളെ മടമ്പ്. മനസ്സിലായില്ലേ? ഇതാണ് താടാസനം. അപ്പോൾ മക്കളെ, ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്താലേ ഇങ്ങൾക്ക് ഈ ജോയിൻ്റ് വേദന, മസിലിൻ്റെ വേദന അതൊക്കെ കുറയട്ടോ. പിന്നെ യൂറിക് ആസിഡ് നിങ്ങൾ തൊട്ട് തീണ്ടൂല. ഉള്ളവർക്കും ചെയ്താൽ അത് മാറാനൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവറും ഒരു ട്രെയിനറും കൂടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് എത്തിക്കോളട്ടോ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.